ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട് സ്വർഗത്തിൽ എങ്ങനെ പോകാൻ സാധിക്കുമെന്ന്. അത് എന്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ പ്രവർത്തിക്കേണ്ടത്. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ ഞാൻ നിൽക്കാത്തിടത്തോളം കാലം എനിക്ക് നിങ്ങൾക്ക് മേലോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടൊക്കെ കയ്യടിയും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ദൈവത്തിനൊക്കെ വ്യാപരിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. വലിയ രോഗമൊന്നും വരുന്നില്ല, വലിയ പ്രശ്നമൊന്നും വരുന്നില്ല, എല്ലാം സുഖമായിട്ട് പോകും. പക്ഷെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദിവസം ആ ദിവസം ഭയാനക ദിവസമായി തീരുവാൻ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇടയാകരുത്. സ്വർഗ്ഗസ്ഥനായ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഞാനൊരു ഡിസൈപ്പിൾ ആകാത്തിടത്തോളം കാലം യേശു തന്ന രക്തത്തിന്റെ വില അത് പൂർണ്ണമാകത്തില്ല. ഞാനൊരു ഡിസൈപ്പിളായി മാറണം, ശിഷ്യനായി മാറണം. ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാം, എന്താണ് ഒരു ശിഷ്യൻ ആകുക എന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആമായി എ ഡിസൈപ്പിൾ. നിങ്ങൾക്കറിയാം, മാറുന്നത് ഫുൾ ഗോസ്പൽ ചർച്ച് ഒരു സഭയായിട്ട് തുടങ്ങിയതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വി ആർ സ്റ്റാൻഡിങ് ഓൺ ദാറ്റ് വിഷൻ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, അപ്പോ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ആരോടാ? കൺവേർട്സിനോടാ. നിങ്ങൾ കൺവേർട്സ് ആയി ഇരിപ്പാൻ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇഫ് യു അബൈഡ് in my words, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, if you want to become a disciple, you have to abide